ലിയാമേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നെന്നോ പുറത്തു കൊണ്ടുപോകണമെന്ന്? അത് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കിന്ന് ഓഫീസ് ഉണ്ടല്ലോ ആമി. ഓഫീസാണോ ഇമ്പോർട്ടന്റ് അതോ ഞാനോ? രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്നെ ചൂസ് ചെയ്താ പോരെ? ഓഫീസ് ചൂസ് ചെയ്ത സാലറി എങ്കിലും കിട്ടും, നിന്നെ ചൂസ് ചെയ്ത എന്ത് കിട്ടും? എന്ത്? ഒന്നും കിട്ടൂലേ? സമാധാനം പോകും എന്റെ. ലിയാമേ, അയ്യോയ്യോ, ഞാൻ വെറുതെ പറഞ്ഞേ, നീയല്ലേ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ടല്ല ഞാൻ നിന്നെ കെട്ടിയേ. ആ, അതിന് ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്തേ? എങ്കി പിന്നെ എന്നെ ഡൈവോഴ്സ് ചെയ്തോ? വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട, അതിനും എന്റെ ക്യാഷ് വേണം. ഓ, ഇങ്ങനെ ഒരു മനുഷ്യൻ. ലിയ, ലിയ, നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നേ? വിശപ്പില്ല ചേച്ചി? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ കാര്യം നോക്കാൻ ഞാൻ ഉണ്ട്. ചേച്ചി, ഞാൻ പോന്നു. എന്തിനാ ഞാനിപ്പോൾ ചായന്റെ ഒരു നോട്ടത്തിന് പോലും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ലിയ, ലിയ. എന്താ ചേച്ചി? ഏതനെ നീ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മോളെ? ചേച്ചി, ചില ഇഷ്ടങ്ങൾ മറക്കാൻ പറ്റില്ല. അപ്പൊ അവന് നീ ഒരു ചാൻസ് കൊടുത്തൂടെ? ചാൻസ്? ഞാൻ ഇച്ചാനെ സ്നേഹിച്ചപ്പോ ഇച്ചാനൊന്നും കണ്ടുകൂടിയില്ല. ഇപ്പൊ ഇച്ചാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനത് എങ്ങനെ വിശ്വസിക്കും? പോട്ടേടി, നീ അതോർത്ത് ഒരിക്കലും വിഷമിക്കണ്ട. ഇതെല്ലാം ഒന്ന് അവസാനിക്കുമ്പോ നമുക്ക് ഇതിനെക്കാട്ടും ഹാപ്പി ആയിരിക്കും. നീ അത് ഓർത്തൊരിക്കലും വിഷമിക്കണ്ട. ലിയ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. പക്ഷെ എനിക്കുണ്ട്. എന്താണ്? നീ എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എന്തിനാ ഞാൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ലേ? ഒരിക്കലും ഞാൻ തന്നെ പുറകെ വന്നപ്പോ ഞാൻ എന്നെ തല്ലി തിരിച്ചയച്ചു. ഇപ്പൊ ഞാൻ മാറി നിൽക്കുമ്പോ എന്തിനാ നീ എന്നെ തിരിച്ചു വിളിക്കുന്നേ? ഇത്ര നാള് വേണ്ടാന്ന് പറഞ്ഞു നടന്ന ആള് പെട്ടെന്ന് എന്റെ കൺമുന്നിൽ വന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടി ഇപ്പൊ നമ്മ രണ്ടും ഒരു ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ പെട്ടെന്ന് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ? താൻ തന്നെ ഒന്ന് ചിന്തിച്ചു പറ. എനിക്കെല്ലാം ഞാനൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോ എനിക്കിപ്പോ വേണ്ടത് കുറച്ച് മനസ്സമാധാനോ? പ്ലീസ്. ഒരിക്കലും ഞാൻ തന്നെ പുറകെ വന്നപ്പോ ഞാൻ എന്നെ തല്ലി തിരിച്ചയച്ചു. എനിക്കിപ്പോ വേണ്ടത് കുറച്ച് മനസ്സമാധാനോ? പ്ലീസ്. ഏതാ? എന്ത് പറ്റിയടാ? എന്താ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ?
ഒന്നുമില്ല. എടാ, എന്നെ നോക്കി പറ, ഒന്നുമില്ലെങ്കി. ലീ എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അതോർത്താണോ വിഷമിക്കുന്നത്? അറിയാം, പക്ഷെ എന്നെ വിശ്വസിക്കുന്നില്ല അവള്. അതിന് നീ അവളോട് സംസാരിക്കണം. ഞാൻ പറയും, പക്ഷെ അവള് തന്നെ എന്നെ തിരിച്ച് ചൂസ് ചെയ്യണമെന്നില്ല. ഞാൻ അവളെ ഫോഴ്സ് ചെയ്യില്ല ഒരിക്കലും. അപ്പൊ അവളുടെ ട്രസ്റ്റ് തിരിച്ചു നേട്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ടടാ, ഇതെല്ലാം ഒരു നാള് കലങ്ങി തെളിയും. നീ അതോർത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. തെളിഞ്ഞാ മതി. എനിക്ക് ജീവിക്കണോടാ, അവളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എനിക്ക് എല്ലാം നടക്കുവടാ. അവള് നമ്മുടെ ലീയ. നിന്നെ അവക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ മാത്രോ. നിന്നെ അവൾ ഒരിക്കലും കൈവിടില്ല. എനിക്കറിയാം. എനിക്കവളിനെ പറ്റില്ല. പോട്ടെ, ഇനി നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. ബാ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ലിയയും ഏതനും പിന്നെ ഞാനും ലിയാമും നമ്മ ഒരുമിച്ച് ഇന്ന് ഔട്ടിങ്ങിന് പോകാൻ ഇങ്ങോട്ടേക്ക് ഒന്നും പറയണ്ട, ആരും വരില്ലെന്നും പറയണ്ട, വരുമെന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്തായാലും ഇന്ന് ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. നമ്മൾ പോയിരിക്കും. കേട്ടല്ലോ? ആരും ഒരു മറുപടിയും പറയണ്ട. ഓക്കെ? ഈ ഔട്ടിങ്ങിന് എന്തോ ഒരു തകരാറുണ്ടല്ലോ. എന്തോ ഒരു പ്ലാൻ ഉണ്ട് അല്ലേ? ഉണ്ട്. തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലാൻ പോവാ. എന്തേ? വേണ്ടായിരുന്നു. അല്ലേലും തനിക്കൊന്നും വേണ്ടാതെ വരൂ കുറച്ചു നാൾ കഴിയുമ്പോ. ലിയ, നീ ഇവിടെ കയറിക്കോ. ഞാൻ ബാക്കിലിരുന്നോളാം. ലിയ. ആമി വേണ്ട, അവള് ബാക്കിയിരുന്നോട്ടെ, കുഴപ്പമില്ല. എടാ ആമി. ഇല്ലല്ലേ? മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ ഈ വഴി ചവിട്ടി അപ്പുറത്തോട്ട് ഞാൻ ഇടും. ഇത് എന്തുവാ? തലവേദന എടുക്കുന്നല്ലോ. വെട്ടിപ്പൊളിയുന്നു. ഇവിടെ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. വെയിലടിച്ചാണെങ്കിൽ മുഖത്തോട്ടാ കൊള്ളുന്നത്. ഇവക്കിതെന്താ? തലവേദന ഇടും. നിക്ക്. എന്തെറ്റിടാ? എന്താ
വണ്ടി എന്തോ സ്ലോ ആക്കി? അത് ഒന്നുമില്ലടാ. ഇന്ന ഈ വെള്ളം കുടിച്ചു. താങ്ക്സ്. വർക്കൗട്ട് ആവുന്നുണ്ട്. മിണ്ടാണ്ടിരിക്കും മനുഷ്യ. ഏതാ? ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് റെസ്റ്റോറൻറ്റ് വല്ലതും കാണുമെങ്കിൽ നിർത്ത്. നമുക്കേ കുറേ നേരം ആയില്ല ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും കഴിക്കണ്ടേ? ആ ശരിയാ. ഞാൻ അടുത്ത വല്ലയിടത്തും കാണുമെങ്കിൽ നിർത്താം. ശരിയാടാ. എങ്കിൽ നിങ്ങൾ എല്ലാവരും നടന്നോ. ഞാൻ എന്തെങ്കിലും അപ്പോഴേക്കും കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വരാം. ലിയാമേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വേണ്ടേ? എടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഡ്ഡലി സാമ്പാറും മതി. ശരി എന്നാ. എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്കെന്താ വേണ്ടെന്നൊന്നും ചോദിക്കാൻ എന്താ? ലിയാമേ, ഇന്നടാ ഫുഡ്. ലിയ, എന്നാ നിനക്ക് മസാല ദോശ ഇഷ്ടമല്ലേ? അതാ ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാന്നെ. താങ്ക്സ്. വർക്കൗട്ട് ആവുന്നുണ്ട്. ശരിയാ. ലിയ, സൂക്ഷിച്ച്. I am okay. നീ വീഴാൻ പോയപ്പോ പെട്ടെന്ന് പിടിച്ചതാ. എനിക്കറിയാം. ഇപ്പൊ റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. എനിക്കിതൊന്നും കാണാൻ വയ്യേ. മിണ്ടാണ്ടിരിക്കും മനുഷ്യ. എന്തിനാ ഇത്? നീ ഇപ്പൊ ഇങ്ങനെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റാത്ത പോലെ നിനക്ക് എന്നെ മറക്കാൻ കഴിയത്തില്ലായിരുന്നോ? ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. നിനക്ക് വേണ്ടിട്ടാ. ഇതെന്താ? ഓപ്പൺ ചെയ്ത് നോക്ക്. ഇച്ചായ, എന്താ? ഇത് ഞാൻ ഇച്ചായന് വേണ്ടി ഉണ്ടാക്കിയതാ. ഈ കീ ചെയിൻ ഇത് പിടിച്ചോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്ലവറാ. ഇത് ഞാൻ ഇച്ചായന് തരിക. എനിക്കൊന്നും വേണ്ട നിന്റെ സമ്മാനം, ഒരു സാധനവും. പൊക്കോ എന്റെ മുന്നിൽ നിന്ന്. ഇച്ചായ, പോവാനല്ലേ പറഞ്ഞേ? ഇച്ചായ, അവളുടെ ഒരു ഗിഫ്റ്റ്. എനിക്ക് നിന്നെ വേദനിപ്പിക്കാത്ത വേറെ വഴിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്ന ഈ ഗിഫ്റ്റ് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളായത്. ഇത് താനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? നീ തന്നെ ഒരു കാര്യവും എനിക്ക് കളയാൻ പറ്റിയിട്ടില്ല ലിയ, നിന്നെയും. പിന്നെ
പിന്നെ അന്ന് ലിയ, ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോ നീ എന്നെ എന്തിനാ? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പൊ എനിക്ക് ഉത്തരം തരാൻ കഴിയില്ല. എന്തുകൊണ്ട്? സമയമായിട്ടില്ല ലിയ. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. എന്നെ സ്നേഹിക്കണമെന്നും എന്നെ വിശ്വസിക്കണമെന്നും ഞാൻ നിന്നെ പറഞ്ഞൊരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ഇച്ഛായ, ഇച്ഛായ, ഇതിപ്പോ എന്തിനാ എനിക്ക് തന്നത്? കാരണം ഇതുവരെ ഞാൻ നിന്നെ പിടിച്ച് നിർത്തിയത് എൻ്റെ ഓർമ്മകളിലാണ്. ഇപ്പോൾ അത് നിന്റെ കയ്യിലിരിക്കട്ടെ. ഹലോ, ഏതൻ, നീ ഇപ്പൊ ലിയെ കല്യാണം കഴിച്ചല്ലേ?